നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതനുവദിച്ചുകൂടാ. മഞ്ജു ആശുപത്രിയിൽ നിന്ന് ജീവനോടെ ഇറങ്ങരുത്. മഹിമേ, ഡോക്ടർ നിങ്ങൾ തന്നോട് പറഞ്ഞോ? ഇല്ല, ഇതെല്ലാം സംഭവിക്കാൻ കാരണം ഞാനാ. താനോ? അതെങ്ങനെയാ? ഞാൻ അവസാന നിമിഷം സ്കൂട്ടർ കൊടുത്തോണ്ടല്ലേ ചേച്ചിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. ഇങ്ങനൊരു ആക്സിഡന്റ് സംഭവിക്കുമെന്ന് തനിക്കറിയാമായിരുന്നോ? ഏയ്, തനിക്ക് കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യമില്ല. വക്കീലിന് അങ്ങനെ പറയാം, പക്ഷെ ഈ വിഷമം അനുഭവിക്കേണ്ടി വരുന്നത് എനിക്ക് ഗിരിയേട്ടന് മുഖത്ത് പോലും നോക്കാൻ കഴിയുന്നില്ല. അതിന്റെ ആവശ്യം എന്താ? നീ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ വിഷമിക്കണ്ട. മഞ്ജുവിന് ഇപ്പൊ സംഭവിച്ചതൊരു ആക്സിഡന്റ്. അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല ഗിരി. അതെന്താ സാറേ? ആക്സിഡന്റ് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് മഞ്ജുവിനെ വിളിച്ചിരുന്നു. അവള് ഭീമനെ കണ്ടുവെന്നും അവനെ പിന്തുടരുകയാണെന്നും അവൾ എന്നോട് പറഞ്ഞു. ആ ലൊക്കേഷൻ അവൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടാ അവൾ വീണ് കിടന്ന സ്ഥലം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോ മഞ്ജു ഈ അവസ്ഥയിലാവാൻ കാരണക്കാരൻ ഭീമനാണോ? അങ്ങനെയാകാനാണ് സാധ്യത. സത്യത്തിൽ എന്താണ് നടന്നതെന്ന് അറിയണമെങ്കിൽ അവനെ പൊക്കണം. മഞ്ജുവിനൊന്ന് ഭേദമായിക്കോട്ടെ, അവനെ ഞാൻ പൊക്കിക്കോളാം. എനിക്ക് ചോദിക്കാനുള്ള ചോദിച്ചു കഴിഞ്ഞ് അവന് ജീവനുണ്ടെങ്കിൽ ഞാൻ സാറിനെ ഏൽപ്പിക്കാം. ഗിരി, വെറുതെ നിയമം കയ്യിലെടുക്കാൻ നിൽക്കരുത്. നമുക്ക് ഭീമനെ അറസ്റ്റ് ചെയ്യാം, എന്നിട്ട് ലോക്കപ്പിലിട്ട് ചോദിക്കേണ്ട രീതിയിൽ നമുക്ക് ചോദിക്കാം. മുകുന്ദ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഗിരി, സാറ് പറഞ്ഞെന്ന് നീ കേൾക്കാൻ നിൽക്കണ്ട. ആ ഭീമനെ വെറുതെ വിടരുത്. വക്കീലേ, പിന്നെ എന്താ സാറേ, ഒരു ഗർഭിണിയെ കൊല്ലാൻ ശ്രമിച്ചവനോട് കരുണ കാണിക്കണോ? ദേ, നീ അവനെ കൊന്നിട്ട് വന്നാലും ഞാൻ നിനക്ക് വേണ്ടി വാദിച്ച് നിന്നെ ഞാൻ പുറത്തിറക്കും. ഇതെന്റെ വാക്കാ. മഞ്ജു ചത്തോന്ന് ഉറപ്പുവരുത്താൻ നിന്നോട് ഞാൻ പറഞ്ഞല്ലടാ. അപ്പൊ നീ എന്ത് കുന്തോടാ ചെയ്ത്? ഞാൻ അവള് ശ്വാസം എടുക്കുന്നുണ്ടോന്ന് നോക്കിയതാ ഗോപാൽജി. സത്യമായിട്ടും അവളുടെ ശ്വാസം നിലച്ചിരുന്നു. അവള് മരിച്ചതാ ഗോപാൽജി. പൊട്ടത്തരം പറയാതെ ഭീമ. മരിച്ചു പോയാളെന്താ പിന്നെ ഉയർത്തെഴുന്നേറ്റോ? നിന്നെ വിശ്വസിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. അവളെ എന്റെ കാൽ കിഴി കിട്ടിയതാ. ഒന്ന് ചവിട്ടി അരക്കേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. മിസ്സായിപ്പോയി. അവളിപ്പോഴും രക്ഷപ്പെട്ടെന്ന് പറയാറായിട്ടില്ലല്ലോ ഗോപാൽജി. അപകടനില തരണം ചെയ്തിട്ടില്ലല്ലോ. അതിന് അവൾ പൂർണ്ണമായിട്ട് ഭേദമാവുന്നവരെ കാത്തു നിൽക്കാനാണ് നിന്റെ പരിപാടി. എടാ, അവളെങ്ങാനും ബോധം തെളിഞ്ഞ് നിന്റെ പേര് പറഞ്ഞ നീ കുടുങ്ങി. അതിന് അവളെ കാറടിച്ച് കൊല്ലാൻ നോക്കിയത് ഞാനല്ലല്ലോ. ആരെങ്കിലും ചോദിച്ചാ അവളെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് നീ പറയൂ? അയ്യോ, ഒരിക്കലും ഇല്ല ഗോപാൽജി. അറിയാതെ വായിന്ന് വീണുപോയതാ. ക്ഷമിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞ എനിക്ക് മഞ്ജുവിനെ കൊല്ലേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ അവളെ വണ്ടി കൊണ്ടിടിച്ചത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാ. ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ ജയിലിൽ കിടന്നെ. അതിന്റെ ഒരു സ്മരണയൊക്കെ നീ എന്നോട് കാണിക്കണ്ടേ ഭീമ? എനിക്ക് എന്റെ നന്ദി എന്നും ഉണ്ടാവും ഗോപാൽജി. മഞ്ജുവിനെ ഇടിച്ചത് ആരാണെങ്കിലും അവൾ ആ സമയം പിന്തുടർന്നുകൊണ്ടിരുന്നത് നിന്നെ ആയതുകൊണ്ട് ആ കേസും നിന്റെ തലയിൽ അവൾ കെട്ടിവെക്കും. അതുകൊണ്ട് അവൾ ഒരിക്കലും രക്ഷപ്പെടരുത്. അവളെ തീർക്കാൻ പറ്റിയ ഒരവസരം ഇത്. ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ അവൾ ആശുപത്രി കിടക്കുക. എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് നീ അവളെങ്ങ് തീർത്താ മതി. എന്താടാ, നിനക്ക് ജീവശവമായി കിടക്കുന്ന ഒരുത്തിയെ കൊല്ലാനും കൂടി പറ്റില്ലേ? അയ്യോ, അങ്ങനെയല്ല. ആശുപത്രിയിൽ അവക്ക് കാവലായിട്ട് ഗിരിയും ഉണ്ടാവും. അവന്റെ മുന്നിലെങ്ങാനും പെട്ട എന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു.
അതിലും ഭേദം ജയിലിൽ പോകുന്നത്. എടാ, ആണുങ്ങളായ കുറച്ച് ധൈര്യമൊക്കെ വേണം. നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് വർഷങ്ങളോളം അവൻ ജയിലിൽ കിടത്തിയില്ലേ? എന്നിട്ടും അതൊക്കെ മറന്ന് അവനെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. എടാ, ഗിരിയെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവനോട് പകരം വീട്ടാൻ പറ്റിയ വഴിയാ അവന്റെ ഭാര്യ തട്ടുന്നത്. ഇപ്പോഴാണെങ്കിൽ മഞ്ജു മരിച്ചാൽ അവന് നഷ്ടപ്പെടാൻ പോകുന്നത് ഭാര്യ മാത്രമല്ല, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കൂടെയാ. എങ്ങനെയെങ്കിലും ഗിരിക്കിട്ട് ഒരു പണി കൊടുത്ത് നാട്ടിൽ നിനക്ക് നഷ്ടപ്പെട്ട പേര് തിരിച്ചെടുക്ക് ഭീമ. ഗോപാൽജി പറഞ്ഞു തന്നെയാണ് ശരി. ഗിരിയോട് പകരം ചോദിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം കിട്ടില്ല. ആശുപത്രിയിൽ അവന്റെ മൂക്കിന് താഴെ അവന്റെ ഭാര്യയെ കൊന്നിട്ടും അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഇതിനേക്കാൾ വലിയൊരു തോൽവി ഉണ്ടാകാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്തു കഴിഞ്ഞാ നീ ചോദിക്കുന്ന കാശ് ഞാൻ നിനക്ക് തരും. പക്ഷേ എല്ലാം സൂക്ഷിച്ച് ചെയ്യണം. ആശുപത്രി തിരക്കുള്ളതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിരിക്കും. ഗിരിയുടെ കണ്ണിപ്പെടാതെ എങ്ങനെയെങ്കിലും മഞ്ജുവിന്റെ അടുത്ത് എത്തിയാൽ പിന്നെ നിന്റെ കാര്യം എളുപ്പ. അവൾക്ക് സ്വയരക്ഷയ്ക്ക് ചെറു വിരല് പോലും അനക്കാൻ പറ്റില്ലല്ലോ. ഓർമ്മയുണ്ടല്ലോ, ഇത് ഗിരിയെ തകർക്കാൻ നിനക്ക് കിട്ടുന്ന അവസരമാണ്. അത് കളഞ്ഞു കുളിക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ, ഈ കാര്യം ഞാൻ ഏറ്റു. ഇത്തവണ അവൻ ലക്ഷ്യം കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. അവനും മഞ്ജുവിനിടയിൽ ഗിരിയ നിൽക്കുന്നത്. ഗിരിയെ കടന്ന് മഞ്ജുവിനെ അവൻ ഒഴിവാക്കിയാൽ നമ്മുടെ ഏറ്റവും വലിയ തലവേദന തീരുന്നേ. അങ്ങനെ നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ. എക്സ്ക്യൂസ് മീ, ഇവിടെ മഞ്ജു എന്ന് പേരുള്ളൊരു പോലീസ് ഓഫീസർ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? ഉവ്വ്, നിങ്ങളാരാ? ഞാൻ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി വന്നൊരു ഓഫീസറാണ്. അവരുടെ റൂം നമ്പർ ഏതാ? അവരിപ്പോ ICU-ല, 2ാമത്തെ ഫ്ലോറിലാ. ഞാൻ കാണിച്ചു തരണോ? വേണ്ട വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. താങ്ക് യു. ആ ശരി. അമ്മേ